Today we are going to look onto the chapter called In Conversation. In Conversation എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കിന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. I asked John if he had smashed the window panes and he replied, well the fact ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു അറിയുന്ന ഒരാൾ ജോണിനോട് ഞാൻ ചോദിച്ചു, നീയാണോ എൻ്റെ ജനൽ പൊട്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം, വെൽ ദ ഫാക്ട് ഈസ് I mean, the real truth is, sir, I'm not. അപ്പൊ അവൻ പറയുണ്ടായി, ഞാനല്ല എനിക്കറിയത്തില്ല. അപ്പൊ അവൻ പറയുന്നതിൽ ഒരു തപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവനൊരു പറയുന്ന ഒരു സെന്റൻസ് ശരി അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു പോകുന്നതായിട്ട്. വെൽ ദ ഫാക്ട് ഈസ് ഐ മീൻ ദ റിയൽ ട്രൂത്ത് ഈസ് സർ ഐ എം നോട്ട്. അപ്പം അതില് ഒരു പൂർണ്ണത ഇല്ലാത്തൊരു സെന്റൻസ് ആണ്. പോരാത്തതിന് അവൻ ഒരു കള്ളം പറയുന്ന പോലെയാണ് ആ സെന്റൻസ് തോന്നിക്കുക. John did not give me a direct answer. In a conversation, sometimes you might want to give yourself more time, either because you are not ready with the answer or because you do not want to give yourself away. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തപ്പൽ വന്നാണെങ്കിൽ, ഒരു സംസാരിക്കുന്ന കാര്യം ഒരു ഇന്ററപ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്. അപ്പൊ ഈ വേർഡ് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ട്, ഇപ്പൊ വെൽ എന്ന് പറയുന്ന ഒരു വെൽ, ഐ മീൻ തുടങ്ങിയ വേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ആ കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വെൽ യൂസ്ഡ് ആസ് ആൻ ഇന്റർജങ്ഷൻ ഗീവ്സ് ദ സ്പീക്കർ ടൈം ടു തിങ്ക്. ഇപ്പൊ വെൽ എന്ന് പറയുന്ന ഒരു ഇന്റർജങ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് സെന്റൻസിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വേർഡാണ് ഇന്റർജങ്ഷൻ. അപ്പൊ ഇന്റർജങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓരോ കോൺവെർസേഷനിൽ. ആ സമയത്ത് നമുക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് കാര്യം നമുക്ക് ആലോചിച്ചെടുക്കാം. ദ ഇൻസിഡന്റ് ഹാപ്പൻഡ് വെൽ അറ്റ് 3 o'clock. അപ്പം ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് വെൽ എന്ന് പറയാണ്. വെൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം 3 o'clock. അപ്പൊ നമുക്കൊരു ആലോചിക്കാൻ ഒരു ടൈം കിട്ടുകയാണ്. വി യൂസ് ദ സൗണ്ട് വെൻ വി ഹെസിറ്റേറ്റ് ഇൻ എ കോൺവെർസേഷൻ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമുക്കൊരു വെറുപ്പ് ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് യൂസ് ചെയ്യാം. ഐ ഡിഡ് ഇറ്റ് ഫൺ. ഐ മീൻ, അപ്പം ഐ ഡിഡ് ഇറ്റ് ഫൺ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു, പക്ഷെ അത് ഒരു തമാശ ആയിട്ടാണ്. ഐ മീൻ ഈസ് ഓൾസോ യൂസ്ഡ് ടു ഗെയിൻ ടൈം. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്, ഒരു ഇന്റർജങ്ഷൻ ആണ് ഐ മീൻ. ജോൺ ഷുഡ് ബി ടേക്കൻ ബാക്ക്. ഐ മീൻ ഇഫ് ഹി കംസ് ബാക്ക്. ജോണിനോട് എൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ തിരിച്ചു വരാൻ പറയണം. ഞാൻ പറഞ്ഞത് അവനോട് വന്നെങ്കിൽ മാത്രം ഒന്ന് പറയണം. ഇൻ എ കോൺവെർസേഷൻ സംടൈംസ് വി ഫീൽ ദ നീഡ് ടു ask someone to repeat what he has said. Expressions like അപ്പം നമ്മൾ ഒരു സംസാരത്തിന്റെ ഇടയിൽ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നോക്കിയായിരുന്നു. എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യം പഠിച്ചായിരുന്നു. പാർഡൺ എന്നൊക്കെ പറഞ്ഞ് പൊളൈറ്റ് എക്സ്പ്രഷൻസിൻ്റെ അകത്ത്. അപ്പം ഒന്നും കൂടെ പറയുകയാണ്, ഐ ഡിഡ് നോട്ട് ഹിയർ ദാറ്റ്, സേ ദാറ്റ് അഗെയിൻ. ഒന്നുകൂടെ പറ, അല്ലെങ്കിൽ ഞാനത് കേട്ടില്ല നീ പറഞ്ഞത്. അതൊക്കെ റൂഡാണ്. ആ റാദർ റൂഡ് എന്ന് പറയുന്ന ഒരു പൊളൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല, അത് ഇച്ചിരി ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരു ടോണാണ് അതിനുണ്ടാകുന്നത്. ദ പ്രോപ്പർ വേ ആസ് വി ഹാവ് സീൻ ടു റിക്വസ്റ്റ് എ പേഴ്സൺ ടു റിപ്പീറ്റ് വാട്ട് ഹി സെഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബിലോ. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം മറ്റൊരാൾ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ അത് എന്താ എന്ന് ചോദിക്കുന്നത് നല്ല പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തത്. പാർഡൺ, വാട്ട്സ് ദ നെയിം യു മെൻഷൻ. ക്ഷമിക്കണം, എന്ത് പേരായിരുന്നു നീ പറഞ്ഞത്? ആരുടെ പേരായിരുന്നു നീ പറഞ്ഞത്? ഐ ബെഗ് യുവർ പാർഡൺ, സെഡ് വിത്ത് എ റൈസിംഗ് ടോൺ. സോറി, ഡിഡ് യു സേ സൈമൺ ഓർ സംവൺ? സോറി, ക്ഷമിക്കണം, നീ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സൈമൺ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? കുഡ് യു റിപ്പീറ്റ് ദ ലാസ്റ്റ് സെന്റൻസ് പ്ലീസ്? നീ സംസാരിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ക്യാച്ച് ദ നമ്പർ യു സെഡ്, കുഡ് യു സേ ഇറ്റ് അഗെയിൻ? നീ പറഞ്ഞ ആ നമ്പർ എനിക്ക് കിട്ടിയില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഐ എം ജോൺ. വാട്ട്? ഐ സെഡ് ഐ എം ജോൺ. അപ്പം ഞാൻ ജോൺ എന്നൊരാൾ പറയാണ്. അപ്പം എന്തായിരുന്നു? വാട്ട്? ഐ സെഡ് ഐ എം ജോൺ. ഞാൻ പറഞ്ഞത് എൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പം ഇതൊക്കെ ഓരോ പൊളൈറ്റ് എക്സ്പ്രഷൻസ് ആണ്. റാദർ ദാൻ യൂസിങ് ഐ ഡിഡ് നോട്ട് ഹിയർ ദാറ്റ്
ഓർ സേ ദറ്റ് അഗെയിൻ എന്ന വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. ഇത്ര ഓർത്താൽ മതി. പാർഡൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഓർത്താൽ മതി. അത് പൊളൈറ്റ് എക്സ്പ്രഷന്റെ ഒരു പാർഡൺ, എക്സ്ക്യൂസ് മീ തുടങ്ങിയ വേർഡ്സ് എല്ലാം പൊളൈറ്റ് എക്സ്പ്രഷനിൽ വരുന്നതാണ്. Good manners demand that when someone is speaking to you, you should show that you are listening, and you show it by looking at him and nodding your head. അപ്പോൾ ആരോടെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി അവരെ നോക്കി തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തലയാട്ടുക. പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ ഒരു എക്സ്പ്രഷനിൽ ഉണ്ടാവണം. ദ ഫോളോയിങ് പാസേജ് ഗീവ് യു ദ അപ്രോപ്രിയേറ്റ് വൊക്കാബുലറി. അപ്പം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് ഇച്ചിരിയും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും. എ, ഐ വാസ് റൈഡിങ് അലോങ് ദ റോഡ് ഓൾ അലോൺ ആൻഡ് ഇറ്റ് വാസ് മിഡ് നൈറ്റ്. ഞാനൊരു റോഡിൽ കൂടെ പയ്യെ വണ്ടി ഓടിച്ച് പോവുമായിരുന്നു. ഒരു മിഡ് നൈറ്റ്, ഒരു പാതിരാത്രിയൊക്കെ ആയപ്പം. അപ്പം ബി പറയാണ്, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആൾ പറയാണ് യാ. അപ്പൊ നമുക്ക് പുള്ളി പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി യാ. ടു മഗ് സ്റ്റോപ്ഡ് മീ ഓൺ ദ വേ. രണ്ട് കള്ളന്മാർ എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഓൾറൈറ്റ്. അപ്പോൾ ഓൾറൈറ്റ് ഉണ്ടോ, അത് നമ്മൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നൊരു റെസ്പോൺസ് കൊടുക്കുകയാണ്. ഫോർച്ചുനേറ്റ്ലി സം പോലീസ് മെൻ കെയിം ദറ്റ് വേ. പെട്ടെന്നായിരുന്നു രണ്ട് പോലീസുകാർ അവിടെ നിന്ന് വന്നത്. സെയിങ് ദെൻ ദ മഗേഴ്സ് ബോൾട്ടഡ് ഐ ടു. അപ്പൊ അവരെ കണ്ടതോടനെ മഗേഴ്സിനെ, ആ കള്ളന്മാരെ പിടിക്കുകയുണ്ടായി. എന്നെയും പിടിച്ചു. ബി ഓ എന്ന് പറയാണ്. അപ്പൊ അതൊക്കെ ആ ബി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ആൾക്കൊരു റിപ്ലൈ കൊടുക്കുക. അനദർ കോൺവെർസേഷൻ സിറ്റുവേഷൻ ഈസ് ദാറ്റ് ഓഫ് ഹാവിംഗ് ടു ഇന്ററപ്റ്റ് സംവൺ who is speaking. One does it usually by leaning forward or making a movement. The appropriate words and phrases used in this connection can be seen in the following piece of conversation. അടുത്ത അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. A, this is a foolish proposition and is doomed to fail. Yes, but only fools could have thought up such a scheme. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം എ പറയുകയാണ്. എ എന്ന് പറയുന്ന ഒരാൾ പറയാണ്, ദിസ് ഈസ് എ ഫൂളിഷ് പ്രൊപ്പോസിഷൻ ആൻഡ് ഈസ് ഡൂംഡ് ടു ഫെയിൽ. എനിക്ക് തോന്നുന്നില്ല ഇതൊരു വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാര്യമായിരിക്കും. അത് ചിലപ്പോൾ അത് വിജയിക്കാൻ സാധ്യതയില്ല അവൻ പറഞ്ഞത്. ഇപ്പൊ ബി പറയാണ് യെസ് ബട്ട്, അതെ പക്ഷേ. ഇപ്പം ബി അതിന്റെ ഇടയിൽ കൂടെ സംസാരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യം ഇതൊരു പൊട്ടത്തരമാണ് പറഞ്ഞത്, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് എ പറയുമ്പോൾ ബി പറയാണ് യെസ് ബട്ട്. ഇപ്പൊ ബിക്ക് അത് ഇഷ്ടമല്ല, അവൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഇത് കാണിക്കുകയാണ്. എ, ഓൺലി ഫൂൾസ് കുഡ് ഹാവ് തോട്ട് അപ്പ് സച്ച് എ സ്കീം. ആ സ്കീം വിഡ്ഢികൾ മാത്രമേ അത് വിചാരിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിക്കത്തുള്ളൂ ആ ഒരു സ്കീം എന്ന് പറയും. ബി, സോറി ടു ഇന്ററപ്റ്റ് ബട്ട്, ക്ഷമിക്കണം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എ പറയാണ് വാട്ട്, യു ആർ പ്രിജുഡൈസ്ഡ്. നീ ഒരു മുൻവിധിയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. നിനക്ക് നേരത്തെ തന്നെ എന്തൊക്കെയോ ചിന്തകളുണ്ട് എന്ന് പറയാണ്. പ്രിജുഡൈസ്ഡ് എന്ന് വെച്ചാൽ മുൻവിധി. അപ്പൊ മറ്റേ ഏതൊരു TV ചർച്ചയ്ക്കിടയിൽ നമ്മുടെ ഒരു TV അവതാരകനും രാഹുൽ ഈശ്വറും കൂടെ പറയുന്ന ഒരു കോൺവെർസേഷൻ ഇല്ലേ, 30 സെക്കൻഡ് താ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട് 30 സെക്കൻഡ് താന്ന്. അതുപോലെയാണ് ഈ ഒരു കോൺവെർസേഷൻ. This is a foolish proposition and it is doomed to fail. Yes, but only fools could have thought up such a scheme. Sorry to interrupt, but you are prejudiced. നീ ഒരു മുൻവിധിയോടെ എല്ലാം കാണുന്നതുകൊണ്ടാണ് പ്രശ്നം എന്ന് അവസാനം ബി പറഞ്ഞു അങ്ങ് നിർത്തുക. അപ്പൊ ഇത് പറയാൻ വേണ്ടി അദ്ദേഹം അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അദ്ദേഹം പറയുന്നതുമായിട്ട് ഒക്കാതെ ഇങ്ങനെ പറയുകയാണ്. ലാസ്റ്റ് പുള്ളി സോറി ടു ഇന്ററപ്റ്റ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ബി പറയുകയാണ്. വി യൂസ് ബട്ട്, യെസ് ബട്ട്, ഐ നോ ബട്ട്, എക്സെട്ര. But when we want to show our disagreement after saying one of these expressions, we usually pause for a while to see if the other person is going to stop. അപ്പം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻസ് യെസ് ബട്ട്, ഐ നോ ബട്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾക്ക് അവൻ പറയുന്ന വേറൊരാൾ പറയുന്ന കാര്യത്തിനോട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ഒരു സെൻറ്റൻസിൽ നമുക്ക് ഈ വേർഡ്സ് യൂസ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പം നമുക്ക് മറ്റേ ആൾ പറയുന്നതിനോട് നമുക്ക് താല്പര്യമില്ല എന്നൊരു നമുക്ക് അറിയിക്കാനും കൂടെ ഈ ഒരു വേർഡ്സിലൂടെ സാധിക്കും. When we want to interrupt someone for other reasons, we use expressions like well, etc. അതുപോലെ തന്നെ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള സമയത്തായിരിക്കും ഇവന്മാർ കയറി സംസാരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു കൂട്ടുകാരനെ കാണുന്നത്. അപ്പം എനിക്ക് പോകണം, അതേസമയം ഇവൻ ഒത്തിരി കാര്യമായിട്ട് സംസാരിക്കും. കുറെ ആളുകളുടെ കൂടെ കാണുന്ന ഒരു ഫ്രണ്ടാന്ന് വിചാരിച്ചു, നമ്മൾ വഴിയിൽ കാണുകയാണ്, പാലയിൽ വെച്ച് ഒരുത്തനെ കാണുകയാണ്, നമ്മുടെ പണ്ട് കൂടെ പഠിച്ച ഒരാൾ, ഒരു കൂട്ടുകാരൻ. അപ്പം അവനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ബസ് പോവും, നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ ഇന്ന് വീട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അപ്പം യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് വേർഡ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. I fast on all Sundays, so tomorrow I won't take any food. ഞാൻ എല്ലാ ഞായറാഴ്ചയും വ്രതം എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാറില്ല, ഫാസ്റ്റ്. tomorrow I won't take any food. അതുകൊണ്ട് നാളെ ഞാൻ ഒരിക്കലും ഒരു ഫുഡും കഴിക്കാൻ പോകുന്നില്ല. B, well John, A, accept my regular meals and എൻ്റെ നമ്മൾ 3 നേരം കഴിക്കുന്നതൊക്കെ ബാക്കിയുള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ബി എന്ന് പറയുന്നത് അവിടെ ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. അപ്പം വാട്ട്, ടുമോറോ ഈസ് മൺഡേ ജോൺ. അപ്പം ബി പറയാണ് നാളെ തിങ്കളാഴ്ചയാണ് ജോണെ, നീ പറയുന്ന പോലെ നാളെ ഞായറാഴ്ചയല്ല. അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് നോക്കാം. I fast on all Sundays, so tomorrow I won't take any food. Well John, accept my regular meals and what, tomorrow is Monday John. എന്ന് വെച്ചാൽ ഞാൻ റെഗുലറായിട്ട് കഴിക്കുന്ന മീൽസ് ഓക്കെ, എന്ന് വെച്ചാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കും, പക്ഷെ ബാക്കിയുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ബി അവിടെ ഇന്ററപ്റ്റ് ചെയ്യാണ്, എന്നും പറഞ്ഞ് UM. അപ്പം നമ്മൾ ആക്കി പറയില്ലേ, ആ ഒരു രീതിയിലാണ് എന്ന് പറയും. എന്നാ എന്ന് ചോദിക്കുകയാണ്. വാട്ട്, ടുമോറോ ഈസ് മൺഡേ ജോൺ, നാളെ അതിന് തിങ്കളാഴ്ച. അപ്പം നമുക്ക് ആ ഒരു വേർഡ് ഓർത്താൽ മതി. UM എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനും വെൽ എന്ന് പറയുന്ന എക്സ്പ്രഷനും നമുക്ക് ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് വെൽ, ഐ നോ, ബട്ട്, യെസ് ബട്ട്. അപ്പൊ അതിലൊക്കെ നമ്മുടെ സ്ട്രോങ് ഡിസഗ്രിമെന്റ് ഉണ്ട്. ഫസ്റ്റ് സെന്റൻസ് നോക്കിയാൽ വെൻ വി വാണ്ട് ടു ഷോ അവർ ഡിസഗ്രിമെന്റ്, നമുക്ക് അദ്ദേഹമായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ല, അവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ്സ് ഒക്കെയാണത്. ഹൗ ഡു യു കം ബാക്ക് ടു ദി ഒറിജിനൽ സബ്ജക്ട് ആഫ്റ്റർ എ digression, or how do you begin a new topics? The word so helps us to get back to the original subject or to begin a new one. So എന്ന് പറയുന്ന ഒരു വേർഡ്, സോ വി ഹാവ് ബീൻ സ്പീക്കിംഗ് അബൌട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം സംസാരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കുകയാണ് കുറേ നേരം, അത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടോ സംസാരിച്ച് വേറെ രീതിയിൽ പോയി, ക്ലാസ്സിൽ നിന്ന് മാറി എന്തോ വേറെ ഒരു രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എനിക്ക് പഴയ ആ ക്ലാസ്സിലേക്ക് ഒന്നും കൂടെ ആ ടോപ്പിക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, സോ വി ഹാവ് ബീൻ സ്പീക്കിംഗ് അബൌട്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം നമുക്ക് സോ അവിടെ യൂസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ്, സോ യു ഹാവ് ഡിസൈഡഡ് ടു, അപ്പം നീ എന്താണ് തീരുമാനിച്ചത് എന്നൊക്കെ നമുക്ക് സോ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പഴയ ഒരു കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം ഒന്നും കൂടെ അത് എടുത്തിടുന്നതിന്. സോ വി ഹാവ് ബീൻ സ്പീക്കിംഗ് അബൌട്ട്, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു എന്നും പറഞ്ഞ് നമുക്കൊന്നും കൂടെ സംസാരിക്കാം ആ ഒരു കാര്യത്തെക്കുറിച്ച്. എനിവേ ഓൾസോ ഹെൽപ്പ് us ടു ഗെറ്റ് ബാക്ക് ടു ദ ഒറിജിനൽ സബ്ജക്ട്. അതുപോലെ തന്നെ എനിവേയും നമുക്ക് സോ പോലെ തന്നെയാണ് പഴയ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കുന്നതിന് എനിവേയും കൂടെ യൂസ് ചെയ്യാം. എ പേഴ്സൺസ് പ്രൊഫിഷ്യൻസി ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് മേ ബി മെഷേർഡ് ബൈ ദ വേ he says yes or no. People whose yes and no vocabulary is limited make do with yes or no always, but the more discriminating speaker uses varied vocabulary. He says definitely when the answer is an emphatic yes. When he is surprised or annoyed that a certain question was asked, he may say of course. ഇപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഈ ഒരു സെന്റൻസ് നോക്കുക,
ഡു യു സപ്പോർട്ട് ഹിസ് കാൻഡിഡേച്ചർ? അപ്പം നീ അവൻ ഇലക്ഷന് നിൽക്കുന്ന ആ ഒരു കാര്യത്തെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഹീ ഈസ് മൈ ബ്രദർ എന്ന് പറയാണ്. ഉറപ്പായിട്ടും അവൻ എൻ്റെ ബ്രദറാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മളിപ്പം ഒരാൾ ചോദിക്കുകയാണ് നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് യെസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, യെസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഓഫ് കോഴ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്ന് പറയുന്ന, നമുക്ക് പൂർണ്ണമായിട്ടും യെസ് എന്നാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് എന്ന വേർഡ് യൂസ് ചെയ്യാം. ഹി വിൽ യൂസ് ഓഫ് കോഴ്സ് ഓൾസോ വെൻ എ സ്ട്രോങ് യെസ് ഈസ് നീഡഡ്. അപ്പൊ യെസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ് പറയാൻ സാധിക്കും. ഡിഡ് യു ലോക്ക് ദി ഡോർ? ഓഫ് കോഴ്സ് ഐ ഡിഡ്. അപ്പൊ നീ ആ ഡോർ ലോക്ക് ചെയ്തോ? അപ്പൊ നമുക്ക് ലോക്ക് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ ഡിഡ്, ഞാൻ അത് ചെയ്തു. When a question is asked to check a fact, he says, that's right. You are John's brother, aren't you? That's right. അപ്പം നീ ജോണിന്റെ ബ്രദർ ആണല്ലേ? ആണോ? അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു ആർ ജോൺസ് ബ്രദർ. പിന്നെയും ആ യു ആർ എന്ന് പറയുന്നത് ആറിൻഡ് യു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? അപ്പൊ ചോദിക്കുകയാണ് നീ ജോണിന്റെ ബ്രദർ ആണല്ലേ? അപ്പൊ ചോദിക്കുകയാണ് ദാറ്റ്സ് റൈറ്റ്, അത് ശരിയാണ്, അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയണം. When he knows his yes will disappoint the hearer, he says, I am afraid so. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേടിയോ എന്തെങ്കിലും അത് ഉറപ്പില്ലായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഐ ആം അഫ്രൈഡ് സോ എന്ന് പറയാം. വാസ് ഹി ഡിസ്ഹോണസ്റ്റ്? അവനൊരു ചതിയനായിരുന്നോ? ഐ ആം അഫ്രൈഡ് സോ. ഓ എനിക്ക് സംശയമുണ്ട്, എനിക്കൊരു പേടിയുണ്ട് എന്ന് പറയാണ്. അപ്പൊ നമുക്ക് അതിനൊരു ഉറപ്പില്ല, അവൻ ചതിയനാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അവൻ ഡിസ്ഹോണസ്റ്റ് ആണോ, അവന് സത്യസന്ധനല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, അവന്റെ കാര്യമല്ലേ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഓഫ് കോഴ്സ് എന്ന് പറയത്തില്ല. അപ്പൊ അതിന് പകരം നമുക്ക് ഐ ആം അഫ്രൈഡ് സോ എന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എസ് എന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് ഐ എം അഫ്രൈഡ് സോ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് യാ വിച്ച് മീൻസ് യെസ് ഈസ് ഇൻഫോർമൽ. അപ്പൊ നമ്മൾ പലരും യാ എന്ന് പറയാറുണ്ട്. അപ്പൊ യാ എന്ന് പറയുന്നത് ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള ഒരു സംസാരമല്ല. ഇപ്പൊ യാ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആണ്. നമ്മുടെ സ്റ്റുഡൻസിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യെസ് ആണ് യാ എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പളിനോടൊക്കെ പറയുമ്പോൾ യെസ് എന്ന് തന്നെ വേണം പറഞ്ഞു പഠിക്കാൻ. വെൻ ഹി നോസ് ദ ആൻസർ ഈസ് യെസ് ബട്ട് ഈസ് നോട്ട് സർട്ടൻ ഹി സേസ് പ്രോബബ്ലി. ഇപ്പൊ നമുക്ക് യെസ് എന്നൊരു കാര്യം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം, ഓഫ് കോഴ്സ് എന്ന് പറയുകയും ചെയ്യാം. പക്ഷെ നമുക്ക് ചെറുതായിട്ടൊന്ന് സംശയം ഉണ്ടെങ്കിൽ ബട്ട് ഈസ് നോട്ട് സർട്ടൻ ഹി സേസ് പ്രോബബ്ലി, തോന്നുന്നു എന്ന രീതിയിൽ പ്രോബബ്ലി എന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹി വിൽ സേ ഡെഫിനറ്റ്ലി നോട്ട് വെൻ ആൻ എംഫറ്റിക് നോ ഈസ് നീഡഡ്. അപ്പം നമുക്ക് ഉറപ്പില്ല എന്ന് നമുക്ക് തീർത്തും പറയാണ്, അത് ശരിയാവില്ല എന്ന് നമുക്ക് തീർത്തും പറയുന്നതിന് നമുക്ക് ഡെഫിനറ്റ്ലി നോട്ട്, ഉറപ്പായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹി സേസ് ഓഫ് കോഴ്സ് നോട്ട് ടു സേ നോ ടു ക്വസ്റ്റ്യൻ ദാറ്റ് സർപ്രൈസസ് ഹിം. When he is talking to his friends, he will say no way to emphasize his answer. Will you support John? നീ ജോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നോ വേ, ഹി ഈസ് സ്റ്റുപ്പിഡ്. അപ്പൊ നമുക്ക് ഒട്ടും താല്പര്യമില്ല, ഉറപ്പായിട്ടും നോ തന്നെയാണ് നമ്മുടെ ഉത്തരമെങ്കിൽ നമുക്ക് നോ വേ എന്ന് പറയാം. വിൽ യു സപ്പോർട്ട് ജോൺ? ജോണുമായിട്ട് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല, നോ വേ, ഹി ഈസ് സ്റ്റുപ്പിഡ്, അവനൊരു വിഡ്ഢിയാണ്. ഹി വിൽ നോട്ട് യൂസ് നോ ഓൺ ഇറ്റ്സ് ഓൺ, ദാറ്റ് ഈസ് വിതൗട്ട് സംവൺ after it, because he knows it is rude. Do you hear my speech? അപ്പം നീ എൻ്റെ പ്രസംഗം കേട്ടായിരുന്നോ? നോട്ട് റിയലി എന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് കേട്ടില്ല എന്ന് പറയുന്നതിനാണ് നോട്ട് റിയലി, ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് പറയും. When he knows the answer is no but is not sure, he uses such expressions as I don't think so, probably not, I doubt it, etc. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ല, നോ എന്നുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഉള്ളിലെങ്കിലും നമുക്ക് നോയിലും നമുക്ക് ഉറപ്പില്ലാതെ വരിക, അല്ലെങ്കിൽ ഇപ്പം ഇല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായോടാ എന്ന് ചോദിക്കുക. അപ്പം മനസ്സിലായില്ല എന്ന് ആ കുട്ടിക്ക് അറിയാം. ആ കുട്ടി എണീറ്റ് എന്നിട്ട് പറയും ഐ ഡൗട്ട് ഇറ്റ്, അല്ലെങ്കിൽ പ്രോബബ്ലി നോട്ട്, എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ നോയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന രീതിയിൽ.
ഇപ്പൊ ചിലരോട് എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അതൊരു യെസ്സും അല്ല നോയും അല്ല, കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അതിന് ആ കുഴപ്പമില്ലാത്തതിന് പകരം നമുക്ക് ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ ഐ ഡോണ്ട് തിങ്ക് സോ അല്ലെങ്കിൽ പ്രോബബ്ലി നോട്ട്, ഐ ഡൗട്ട് ഇറ്റ് എന്ന് പറയുന്നത്. വെൻ ഹി ഡസ് നോട്ട് വാണ്ട് ടു ആൻസർ എ ക്വസ്റ്റ്യൻ പബ്ലിക്കലി ഹി സേസ് നോ കമന്റ്. അപ്പോൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പം അവന് ഒട്ടും ഇഷ്ടമല്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. അപ്പം തീർത്തും താല്പര്യമില്ലെങ്കിൽ അവൻ പറയും നോ കമന്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. താങ്ക് യു.